പശ്ചിമേഷ്യ കനലാവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധഭീതി ഏതു നിമിഷം പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിൽ നിൽക്കെ ലോകത്തെ ഒട്ടാകെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യയുടെ അതീവ രഹസ്യ യുദ്ധ വിമാനം ഇറാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. വെറുമൊരു വിമാനമല്ല, റഷ്യൻ സൈന്യത്തിന്റെ ആകാശത്തെ പറക്കും കമാൻഡ് സെന്റർ എന്നും ആണവ യുദ്ധത്തിന്റെ നിയന്ത്രണ കേന്ദ്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന അതീവ തന്ത്രപ്രധാനമായ Tu-214PU എയർബോൺ വിമാനമാണ് ഇറാന്റെ മണ്ണിലെത്തിയിരിക്കുന്നത്. ജോർദാനിലെയും കുവൈറ്റിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഇറാന്റെ ഡ്രോൺ മിസൈൽ പ്രഹരങ്ങൾ ഉണ്ടായെന്ന അവകാശവാദങ്ങൾക്കും പ്രതികാരം അവസാനിച്ചിട്ടില്ല എന്ന കടുത്ത മുന്നറിയിപ്പുകൾക്കും തൊട്ടു പിന്നാലെയാണ് റഷ്യയിൽ നിന്നുള്ള ഈ അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ഭൂമിയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ ആകെ തകർന്നാലും ആകാശത്തിരുന്നു കൊണ്ട് ഒരു മഹായുദ്ധത്തെയും മിസൈൽ വ്യൂഹങ്ങളെയും നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഈ പറക്കും കോട്ടയുടെ സാന്നിധ്യം വെറുമൊരു ഔദ്യോഗിക നയതന്ത്ര സന്ദർശനമല്ലെന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറപ്പിച്ചു പറയുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ റഷ്യയും ഇറാനും സംയുക്തമായി അണിയറയിൽ ഒരുക്കുന്ന ഏതോ വൻ ഭൗമരാഷ്ട്ര യുദ്ധതന്ത്രത്തിന്റെ ആദ്യ ചുവടുവെപ്പാണോ ഇത്? അത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിക്കാൻ പോകുന്ന ഒരു മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനമോ? ദേശീയ മാധ്യമമായ ന്യൂസ് 8 റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് റഷ്യയുടെ എലൈറ്റ് Tu-214PU കമാൻഡ് വിമാനം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് പറന്നെത്തിയിട്ടുണ്ട്. സാധാരണ യാത്രാ വിമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിന്റെ പരമോന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന് അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക കമാൻഡ് ആൻഡ് കൺട്രോൾ പ്ലാറ്റ്ഫോമാണ് ഈ വിമാനം. അമേരിക്കയുടെ പ്രസിഡന്റിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേക കമാൻഡ് വിമാനങ്ങളോട് സാമ്യമുള്ള രീതിയിലാണ് റഷ്യ ഈ വിമാനത്തെ ഉപയോഗിക്കുന്നത്. ദേശീയ സുരക്ഷാ പ്രതിസന്ധികളോ യുദ്ധ സാഹചര്യങ്ങളോ ഉണ്ടായാൽ ഭൂമിയിലെ കമാൻഡ് കേന്ദ്രങ്ങൾ തകരാറിലായാലും സർക്കാർ പ്രവർത്തനങ്ങളും സൈനിക ഏകോപനവും തുടരാൻ ഈ വിമാനത്തിന് കഴിയും. Tu-214PU എന്ന പേരിലെ PU എന്നത് റഷ്യൻ ഭാഷയിലെ പങ്കജ് ഉബ്രാവലേനിയ അഥവാ കമാൻഡ് പോസ്റ്റ് എന്ന ആശയത്തെ സൂചിപ്പിക്കുന്നതാണ്. റഷ്യൻ പ്രസിഡന്റിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഉന്നത സൈനിക നേതൃത്വത്തിന്റെയും ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ വിമാനത്തിന്റെ പ്രത്യേക പതിപ്പ് വികസിപ്പിച്ചെടുത്തത്. സുരക്ഷിതമായ ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, എൻക്രിപ്റ്റ് ചെയ്ത കമാൻഡ് ചാനലുകൾ, തത്സമയ യുദ്ധഭൂമി വിവരങ്ങൾ കൈമാറാനുള്ള ശേഷി, വിവിധ സൈനിക വിഭാഗങ്ങളുമായി ഒരേ സമയം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് ഈ വിമാനം. അതുകൊണ്ട് തന്നെ ഇതിനെ പലപ്പോഴും റഷ്യയുടെ ഡൂംസ്ഡേ വിമാനം എന്ന പേരിലും വിശേഷിപ്പിക്കാറുണ്ട്. ഈ വിമാനത്തിന്റെ ഇറാനിലേക്കുള്ള യാത്രയുടെ സമയക്രമം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അടുത്തിടെ വീണ്ടും ശക്തമായ സാഹചര്യത്തിലാണ് ഇത് നടന്നിരിക്കുന്നത്. ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ പ്രാദേശിക തലത്തിൽ സംഘർഷം കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നുവെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ ആക്രമണങ്ങൾക്കും സമുദ്ര ഗതാഗത സുരക്ഷാ പ്രശ്നങ്ങൾക്കും പിന്നാലെ സ്ഥിതിഗതികൾ വീണ്ടും വഷളാകുകയായിരുന്നു. അമേരിക്കൻ സൈന്യം ഇറാനിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ പുതിയ നടപടികൾ സ്വീകരിച്ചതായും അതിന് മറുപടിയായി ഇറാൻ മേഖലയിലെ അമേരിക്കൻ സൈനിക സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമി റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC കുവൈറ്റിലെ അലി അൽ സലേം വ്യോമതാവളത്തിലും അഹമ്മദ് അൽ ജാബർ വ്യോമതാവളത്തിലും അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടിരുന്നു. ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സൗകര്യങ്ങൾ എന്നിവ ആക്രമണത്തെ നശിപ്പിച്ചുവെന്നാണ് IRGCയുടെ വാദം. അതേസമയം ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളത്തെയും അമേരിക്കൻ ഡ്രോൺ കമാൻഡ് സെന്ററുകളെയും ലക്ഷ്യമിട്ടും ആക്രമണങ്ങൾ നടത്തിയതായി ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെട്ടു. എന്നാൽ ഈ അവകാശവാദങ്ങൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പോ സ്വതന്ത്ര അന്താരാഷ്ട്ര നിരീക്ഷകരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ Tu-214PU വിമാനം ഇറാനിലെത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടുതൽ പ്രാധാന്യം നേടുന്നത്. വർഷങ്ങളായി റഷ്യയും ഇറാനും തമ്മിൽ ശക്തമായ സൈനിക തന്ത്രപ്രധാനമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും അടുത്ത സൈനിക സഹകരണം പ്രകടിപ്പിച്ചിരുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലും സാമ്പത്തിക സൈനിക രംഗങ്ങളിൽ റഷ്യയും ഇറാനും പരസ്പരം പിന്തുണച്ചിരുന്നു. അതിനാൽ തന്നെ ഈ വിമാനത്തിന്റെ സാന്നിധ്യം വെറും സാങ്കേതിക സന്ദർശനമായി മാത്രം കാണാൻ കഴിയില്ല എന്നാണ് നിരവധി സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്റലിജൻസ് പങ്കിടൽ, പ്രതിസന്ധി നിയന്ത്രണം, തന്ത്രപരമായ ഏകോപനം, സൈനിക ഉപദേശങ്ങൾ അല്ലെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ നേതൃത്വ തലത്തിലുള്ള ആശയവിനിമയം ഉറപ്പാക്കൽ തുടങ്ങിയ നിരവധി സാധ്യതകളാണ് ഈ വിമാനത്തിന്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അമേരിക്കയും അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളും പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ഇറാനോട് തങ്ങൾ ഇപ്പോഴും അടുത്ത പങ്കാളികളാണെന്നും ആവശ്യമെങ്കിൽ ഉയർന്നതല പിന്തുണ നൽകാൻ തയ്യാറാണെന്നും റഷ്യ ഈ നീക്കത്തിലൂടെ സൂചിപ്പിക്കുന്നതായും ചില വിശകലന വിദഗ്ധർ കരുതുന്നു. ഹോർമുസ് കടലിടുക്ക് ഈ പ്രതിസന്ധിയുടെ മറ്റൊരു നിർണായക കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായ ഈ മേഖലയിലുണ്ടായ ഏതു തരത്തിലുള്ള സംഘർഷവും ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കാനുള്ള ശേഷിയുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളാണ് പുതിയ അമേരിക്കൻ സൈനിക നടപടികൾക്ക് കാരണമായതെന്ന്
US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കപ്പലുകൾക്കും വാണിജ്യ ഗതാഗതത്തിനുമുള്ള ഭീഷണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇതിനിടെ അമേരിക്കയ്ക്കെതിരായ കണ്ണിന് കണ്ണ് എന്ന പ്രതികാര ഓപ്പറേഷന്റെ 3ാം ഘട്ടം ആരംഭിച്ചതായി IRGC പ്രഖ്യാപിച്ചതും മേഖലയിലെ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമെതിരായ ഏതൊരു നടപടിക്കും കൂടുതൽ ശക്തമായ മറുപടി നൽകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ നിയന്ത്രണാതീതമായാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ലെന്നും ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെയും അത് ബാധിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യയുടെ Tu-114PU വിമാനം ഇറാനിൽ എത്തിയെന്ന റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് ലോകശ്രദ്ധ നേടുന്നത്. ഇത് വെറും സാങ്കേതിക സന്ദർശനമാണോ അതോ കൂടുതൽ വലിയ സൈനിക രാഷ്ട്രീയ ഏകോപനത്തിന്റെ തുടക്കമാണോ എന്നത് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാണ് വ്യക്തമാക്കുക. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം ഒരു പുതിയ ഭൂരാഷ്ട്രീയ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ പ്രതിഫലനം ലോക രാഷ്ട്രീയത്തിലും സുരക്ഷാ സമവാക്യങ്ങളിലും ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്.